അല്ല, അത് അദ്ദേഹം അന്ന് രാവിലെ എൻ്റെ അടുത്ത് രാത്രി കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നമുക്ക് കാണാം എന്ന് പറഞ്ഞിരുന്നു, സത്യമാണ്. പക്ഷേ എത്ര മണിക്ക് കാണാമെന്ന് എപ്പോഴും വരുമെന്നൊന്നും പറഞ്ഞില്ല. അന്ന് എനിക്ക് വേറെ 1-2 പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എത്തിയപ്പോൾ ഒരുപാട് ലേറ്റായി. അദ്ദേഹം പക്ഷേ നേരത്തെ തന്നെ അവിടെ വന്നു, കാണാൻ പറ്റിയില്ല, അത്രയേ ഉള്ളൂ. അതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല. സംസാരിച്ചിട്ടില്ല. അതിനുശേഷം പിറ്റേ ദിവസം അദ്ദേഹം രാവിലെ എന്നെ വിളിക്കുമെന്ന് പറഞ്ഞു, പക്ഷേ ഇതുവരെയും വിളിച്ചിട്ടില്ല. ആ ആ ഇല്ല ഇല്ല, അങ്ങനെ ഒരു തീരുമാനമൊന്നും വന്നിട്ടില്ല. ഏതാ, ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ചിന്തകൾ ഉള്ളിൽ പേറുന്ന മനുഷ്യനാണ്. ആ കമ്മ്യൂണിസ്റ്റ് ചിന്തകൾ എൻ്റെ ഉള്ളിൽ ഇപ്പോഴുമുണ്ട്, എപ്പോഴും ഉണ്ടാവും, അതിലൊന്നും മാറ്റമില്ല. അല്ല, കോൺഗ്രസ് എനിക്കങ്ങനെ ഒരു ഒരു അസ്പൃശ്യതയുള്ള ഒരു പ്രസ്ഥാനമൊന്നുമല്ല. ഞാനെപ്പോഴും പറഞ്ഞിട്ടുള്ളതല്ലേ, എനിക്കൊരു കോൺഗ്രസ് പശ്ചാത്തലമുണ്ട് എന്നുള്ളത് അത് വസ്തുതയല്ലേ. അതിനെ എന്തിനാണ് ഞാൻ മറച്ചു വയ്ക്കുന്നത്? ചെമ്മൻസി കോളേജ് പഠിച്ചപ്പോൾ ഞാൻ കോൺഗ്രസ് കേസിൻ്റെ നാഷണൽ സെക്രട്ടറിയായിട്ട് മത്സരിച്ച ആളാണ്. മറ്റെൻ്റെ ഒരു കോൺഗ്രസ് കുടുംബ പശ്ചാത്തലം അതൊക്കെ അറിയാവുന്നതാണ്. അതൊന്നും മറക്കേണ്ട കാര്യം, അതൊന്നും പുതിയതായിട്ട് വന്ന ഒരു കാര്യമൊന്നുമില്ല. തീർച്ചയായിട്ടും ക്ഷണമുണ്ട്. അത് ചില കാര്യങ്ങളൊക്കെ അവർ സംസാരിക്കുന്നുണ്ട്. എന്ത് തന്നെയായാലും ഒരു കാര്യം വ്യക്തമാണ്, ഒരു അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ ഇത്രയും ഒരു ഒരു അവഗണനയും അവഹേളനവും ഒക്കെ നേരിട്ട ഒരാൾ, അതൊരു അഭിപ്രായത്തിൻ്റെ പേരിലാണ്, ഒരു നിലപാടിൻ്റെ പേരിലാണ്. ഈ സ്ഥാനമാനങ്ങളൊക്കെ സംരക്ഷിക്കണമായിരുന്നുവെങ്കിൽ മറ്റ് പല സാംസ്കാരിക സിംഹങ്ങളും വളരെ മൗനം പാലിക്കുമ്പോൾ, പല വിഷയങ്ങളിൽ മൗനം പാലിക്കുമ്പോൾ ഈ ആശാസമരത്തെക്കുറിച്ച് അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്നും ഞാനൊന്നും പറയേണ്ട കാര്യമില്ല. അവരെ പോലെയൊക്കെ എനിക്കും മൗനം പാലിച്ച് വായില്ലാ കുന്നിലപ്പനായി എനിക്കും തുടരാമായിരുന്നു. പക്ഷേ ഞാനത് തുടർന്നില്ല. സ്ഥാനമാനങ്ങൾ പോകുന്നെങ്കിൽ പോകട്ടെ എന്ന് അതിന് ഒരു വിലയും കൽപ്പിക്കാതെ തന്നെയാണ് അങ്ങനെ ഒരു ധീരമായ ഒരു നിലപാട് എനിക്ക് എടുക്കേണ്ടി വന്നത്. അതെടുത്തു. അത് സത്യത്തിൻ്റെയും ശരിയുടെയും പക്ഷത്താണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിലൊരു കുറ്റബോധവും നിരാശയൊന്നും എനിക്കില്ല. ഏതാ, അല്ല, ഞാനത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ചർച്ചകളൊന്നും നടന്നിട്ടില്ല. പിന്നെ നാളെയുള്ള കാര്യങ്ങൾ എന്ത് സംഭവിക്കുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതെൻ്റെ ജീവിതത്തിൽ അങ്ങനെയാണ്. അല്ല, അത് അങ്ങനെ ഒരു തീരുമാനമെന്ന് വെച്ചാൽ കഴക്കൂട്ടത്ത് പങ്കെടുക്കുമെന്നാണ് താങ്കൾ ചോദിച്ചത്. അതൊന്നും എനിക്കറിയില്ല. ഏതാ, കാട്ടാക്കടയോ? ഏതാ, അല്ല, അത്തരം കാര്യങ്ങളിലൊന്നും ഒരു ചർച്ചയും നടന്നിട്ടില്ല, ഒരു തീരുമാനവും നടന്നിട്ടില്ല. പക്ഷേ എനിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാത്ത ഒരിടത്ത്, ആ ഒരു സ്പേസിൽ ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ, ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ അവിടെ തുടരുന്നത് എനിക്ക് ബുദ്ധിമുട്ടാണ്. അത് പറഞ്ഞിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് മനസ്സെന്ന് വെച്ചാൽ കമ്മ്യൂണിസം എന്ന് പറയുന്നതിനോട് എന്താ, നമുക്ക് അതൊരു വലിയ പ്രത്യയശാസ്ത്രത്തില്ലേ, ലോകത്തിൻ്റെ വലിയൊരു വിമോചന ശാസ്ത്രമില്ല. അധ്വാനിക്കുന്നവൻ്റെയും തൊഴിലാളി വർഗത്തിൻ്റെയും ദരിദ്രരായ മനുഷ്യരുടെയൊക്കെ ഒരു വലിയ വിമോചന ശാസ്ത്രമാണ്. അതിനൊന്നും ഒരു വിഷയമില്ല. പക്ഷെ അത് പ്രയോഗിക്കുന്നവരുടെ കാര്യത്തിൽ പ്രയോക്താക്കളിൽ ചില വിയോജിപ്പുകൾ നമുക്കുണ്ടാവാം. അല്ല, ആ ഒരു ആശയത്തോട് യാതൊരു ബഹുമാനക്കുറവും ഇനിയും ഉണ്ടായിട്ടില്ല, അതൊന്നും ഉണ്ടാവുകയുമില്ല.